ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഡെറിവേറ്റീവ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ എല്ലാ തരത്തിൽപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. +1 ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ഡിഫറൻസിയേഷൻ്റെ റൂൾസ്. പിന്നെ +1 തന്നെ മാത്സിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്റർ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതറിഞ്ഞാൽ മാത്രമേ ഇത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ്സ് എന്താണെന്നൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഡെറിവേറ്റീവ്സ് നമ്മൾ ഫിസിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിന് എക്സ് കൊടുത്താൽ dx/dt നമ്മൾ വെലോസിറ്റി എന്ന് പറയും, dv/dt നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് dy/dx? എല്ലായിടത്തും കാണുന്നുണ്ട് dy/dx, dy/d ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മീനിങ് എന്താണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് എക്സ് മാറുന്നതിനനുസരിച്ച് y എത്ര മാറുന്നു, ആ ഒരു റേഷ്യോയാണ് dy/dx. ഓക്കെ, ബേസിക്കലി സ്ലോപ്പ്. ഇപ്പോൾ നമ്മൾ സ്ലോപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് കാണുക? y2 - y1 x2 - x1. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ എക്സ് അല്ലേ? ആ ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ എക്സ് തന്നെ ആ y വളരെ ചെറുതാക്കിയും എക്സ് വളരെ ചെറുതാക്കിയും ചെയ്യുമ്പോൾ ഒരു പോയിന്റിലെ സ്ലോപ്പ് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ വളരെ ചെറുതാക്കുന്നു, കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിലാണ് ഡി യൂസ് ചെയ്യുന്നത്. സോ dy/dx ഇസ് ബേസിക്കലി ഫൈൻഡിങ് ദ സ്ലോപ്പ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം. അപ്ലിക്കേഷൻ ബേസിക്കലി വരുന്നത് ഒരു 3 ടൈപ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഒരു ലെങ്ത് മാത്രം തന്നിട്ട്, പിന്നെ ഒരു ലെങ്ത്തും മാറുന്ന സ്പീഡും തന്നിട്ട്, പിന്നെ 2 ക്വാണ്ടിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്തി എത്ര കൂടി എത്ര കുറഞ്ഞു അറ്റ് എ ടൈം എന്നുള്ള രീതിക്ക്, അങ്ങനെ ഏകദേശം ഒരു 3 എന്ന് പറയാം. അതിൽ കൂടുതലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോ കണക്കിനനുസരിച്ച് മാറ്റിയെടുക്കാം. ബേസിക്കലി ഇപ്പോൾ നമ്മളൊരു 3 തരത്തിൽപ്പെട്ട അല്ലെ 3, 4 അത്രയും തരത്തിൽപ്പെട്ട കണക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഏരിയ ഓഫ് എ സർക്കിൾ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് r when r = 5 cm. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന് മീനിങ് എന്താണ്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഏരിയ ഓഫ് എ സർക്കിൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള സർക്കിളിന്റെ ഏരിയ മാറുന്ന ആ റേറ്റ് എത്രയാണ് കണ്ടുപിടിക്കണം. റേഡിയസിനെ അപേക്ഷിച്ച് റേഡിയസ് 5 cm ആവുമ്പോഴാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. സോ dA/dr ആണ് കാണേണ്ടത്. ഓക്കെ, സോ d/dr ഓഫ് ഏരിയ എന്താണ്? πr². ഓക്കെ, സോ നമ്മൾ പൈ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ d/dr ഓഫ് r² എത്രയാണ്? 2r ആണ്, അറിയാമല്ലോ. അപ്പോൾ π2r നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് 2πr. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൽ നിന്ന് കിട്ടേണ്ട ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഏരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പെരിമീറ്റർ കിട്ടും, പെരിമീറ്റേഴ്സിനെ എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഏരിയയും കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചോദ്യം നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. സോ dA/dr എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ എനിക്ക് വേണ്ട എന്താണ്? dA/dr at r = 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2πrൽ rന് 5 കൊടുക്കുക. 2 × π × 5 which is 10 π cm²/s ആണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഇൻക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 9 cubic cm/s. ഹൗ ഫാസ്റ്റ് ഇസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിംഗ് വെൻ ദ ലെങ്ത് ഓഫ് എൻ എഡ്ജ് ഇസ് 10 cm? ഓക്കെ, അപ്പോൾ ചോദ്യം ഒന്ന് മീനിങ് എന്താണെന്ന് നോക്കാം. ദ വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഇൻക്രീസിംഗ് അറ്റ് റേറ്റ് ഓഫ് 9 cubic cm/s. അതായത് ഒരു ക്യൂബിന്റെ വോളിയം ഓരോ സെക്കൻഡിലും 9 cubic centimeter വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹൗ ഫാസ്റ്റ് ഇസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിംഗ് വെൻ ദ ലെങ്ത് ഓഫ് എൻ എഡ്ജ് ആ ഒരു എഡ്ജിന്റെ ലെങ്ത് 10 cm ആകുമ്പോൾ സർഫസ് ഏരിയ എത്ര വേഗത്തിലാണ് കൂടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതാം. dV/dt അതായത് ചേഞ്ച് ഇൻ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നിട്ടുണ്ട് 9 ആണ്. ഓക്കെ, 9 cm²
പെർ സെക്കൻഡ് ആണ് dv/dt വരുന്നത്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ നമുക്കറിയാം സോ d/dt ഓഫ് എക്സ് ക്യൂബ് കാണുക. അപ്പോൾ എങ്ങനെയാണ്, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ആണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയം നമ്മൾ എക്സിനെയും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ t³ ആയിരുന്നെങ്കിൽ 3t² എന്ന് പറഞ്ഞ് നിർത്തായിരുന്നു. പക്ഷെ ഇത് ടിയിലാണ്, വിത്ത് റെസ്പെക്ട് ടു ടി ആണ് എക്സ് മാറുന്നത്. സോ നമ്മൾ അവിടെ ചെയിൻ റൂളും കൂടെ അപ്ലൈ ചെയ്യണം. 3x² ഇൻറ്റു dx/dt ആണ് വരുന്നത്. ഓക്കെ, ഹെൻസ് 9 is equal to 3x² dx/dt. ഓക്കെ, ഇനി 3x² താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ 9/3x² is equal to dx/dt. സോ ഇവിടത്തെ വെട്ടിക്കളയുമ്പോഴേക്കും dx/dt is equal to 3/x² എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം കാണാം. സോ ds/dt. ഓക്കെ, ds/dt കാണാൻ എങ്ങനെയാണ്, d/dt ഓഫ് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഒരു റുബിക്സ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം സർഫസ് ഏരിയ ആണ് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് വരുന്നത്. ഒരു സർഫസിന്റെ ഏരിയ a² ആണ്. ഓക്കെ, എന്തായാലും ഇവിടെ x². അപ്പോൾ 6 വരുമ്പോൾ 6x². സോ d/dt ഓഫ് 6x². 6 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് ഇട്ടു. x² ഡെറിവേറ്റീവ് 2x ആണ്. പിന്നെ നമ്മൾ dx/dt കൂടെ എടുക്കണം, ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ 12x dx/dt. ഓക്കെ, 12x ഇൻറ്റു dx/dt നേരത്തെ കണ്ടു 3/x² ആണ്. സോ അതങ്ങ് അപ്ലൈ ചെയ്യുക. സോ നമുക്ക് ലാസ്റ്റ് ആൻസർ വരുന്നത് 36/x എന്നാണ്. ഇതാണ് എന്ത്, ds/dt. ഇനി നമുക്ക് ds/dt അറ്റ് പർട്ടിക്കുലർ ടൈം കാണണം. അറ്റ് x = 10, അതായത് ടൈം അല്ല, ഇത്ര സെന്റിമീറ്റർ ആവുന്ന എന്നുള്ള കണക്ക് കാണണം. ds/dt അറ്റ് x = 10. എന്ത് ചെയ്യുക, എക്സിന് വാല്യൂ കൊടുക്കുക, 10 കൊടുക്കുക. അപ്പോൾ 36/10 എന്ന് വരും, വിച്ച് ഇസ് 3.6 cm²/s ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്തു. ഇനി ഒരു ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും വന്ന രീതിക്കുള്ള ഒരു ചോദ്യം കൂടി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്നുള്ള സെക്ഷനിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ തേർഡ് കേസ് നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, ദ ലെങ്ത് എക്സ് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഡിക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/min ആൻഡ് വിത്ത് y is increasing at the rate of 2 cm/min. When x equal to 10 and y equal to 6 centimeters respectively, find the rate of change of the perimeter and area of the rectangle. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ dy/dx എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. y ഇൻക്രീസ് ചെയ്യുന്നു, എക്സ് മാറുന്നതിനനുസരിച്ച് y മീൻസ് എക്സ് കൂടുന്നതിനനുസരിച്ച് y കൂടുന്നുണ്ടെങ്കിൽ ആ dy/dx എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. നാച്ചുറൽ ആണെന്ന് അറിയാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എക്സ് കൂടുന്നതിനനുസരിച്ച് y കുറയുന്ന കേസസ് ആണെങ്കിൽ dy/dx നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധയിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതാം. ഓക്കെ, അപ്പോൾ ചോദ്യത്തിന് മീനിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദ ലെങ്ത് എക്സ് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/min. അതായത് റെക്ടാംഗിളിൻ്റെ ലെങ്ത് എക്സ് ആയിട്ട് എടുക്കുന്നു. ആ ലെങ്ത് ഓരോ മിനിറ്റിലും 3 സെൻറ്റിമീറ്റർ എന്ന നിരക്ക് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. y ആണ് വിഡ്ത്ത്. ആ വിഡ്ത്ത് ഓരോ മിനിറ്റിലും 2 സെൻറ്റിമീറ്റർ എന്നുള്ള നിരക്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് 10 ആകുമ്പോഴും ബ്രെഡ്ത്ത് 6 ആകുമ്പോഴും പെരിമീറ്ററിൻ്റെയും ഏരിയയുടെയും റേറ്റ് ഓഫ് ചേഞ്ച്, ആ മാറുന്ന നിരക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ടത് dx/dt. അതെന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് തന്നിട്ടുണ്ട്, എന്താണ്, 3 cm/min ആണ്. പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കാണിക്കാൻ നമ്മൾ നെഗറ്റീവ് ഇടുക, മൈനസ് ഇടുക. ഓക്കെ, ആൻഡ് dy/dt തന്നിട്ടുണ്ട് 2 cm/min ആണ്. അവിടെ നമ്മൾ പ്ലസ് ആണ് വരുന്നത്. കാര്യം നമ്മളൊന്നും എഴുതിയില്ലെങ്കിലും പ്ലസ് ആണ്, അറിയാമല്ലോ. കാര്യം അതെന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നേരത്തെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്, 2 × x + y. അപ്പോൾ ഞാൻ എന്താണ്, dp/dt കാണുവാണ്, ചേഞ്ച് ഇൻ പെരിമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ d/dt ഓഫ് 2 × x + y ആണ്. ഓക്കെ, 2 പുറത്തേക്ക് ഇട്ടു. സോ d/dt ഓഫ് x + y. ഓക്കെ, 2 × ഇനി സെപ്പറേറ്റ്ലി ആഡ് ചെയ്യാം. നമ്മൾ അഡീഷൻ്റെ റൂൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡിഫറൻസിയേഷനിൽ, അപ്പോൾ അത് ചെയ്യുക. സോ dx/dt +
dy by dt. ഓക്കെ, dx by dt കണ്ടു -3, dy by dt കണ്ടു 2. ഓക്കെ, അപ്പോൾ എങ്ങനെ 2 into -1 which is -2 cm/minute ആണ്. ഓക്കെ, ഓരോ സെന്റിമീറ്ററിലും -2 സെന്റിമീറ്റർ വെച്ചിട്ടാണ്, അത് 2 സെന്റിമീറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെരിമീറ്ററിൽ വരുന്ന വ്യത്യാസം. ഇനി ഏരിയയുടെ നോക്കാം. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? XY ആണ് അല്ലേ. സോ ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡി എ ബൈ ഡി ടി, അത് ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം കാണുന്ന സമയത്ത് ഡി ബൈ ഡി ടി ഓഫ് XY. അപ്പം എന്ത് ചെയ്യുക? എക്സ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, എക്സ് dy by dt പ്ലസ് y dx by dt. ഓക്കെ, ചെയിൻ റൂൾ അല്ല, പ്രോഡക്റ്റ് റൂള്, സോറി, ലിബിനിറ്റ്സിന്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ എക്സ് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 10 ആണ്. dy by dt ഇവിടെ ഉണ്ട്. എന്താണ് dy by dt? ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 2 ആണ്. പ്ലസ് y തരുന്ന കേസ് ഉണ്ട് 6 ആണ്. dx by dt കണ്ടു -3 ആണ്. ഓക്കെ, സോ 20 പ്ലസ് -18 വിച്ച് ഇസ് ഈക്വൽ ടു 2 cm²/minute ആണ് ഏരിയ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഓരോ മിനിറ്റിലും 2 cm² വെച്ചിട്ടാണ് അതിന്റെ ഏരിയ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ, ഈ ഒരു സെക്ഷന്, ചാപ്റ്ററിലല്ല, ഈ ഒരു സെക്ഷനിലെ 3 തരത്തിൽപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ ഇതിന്റെ സ്ലോപ്പ് 0യും ഇതിന്റെ സ്ലോപ്പ് ഇൻഫിനിറ്റിയും ആയിരിക്കും. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴേക്ക് നമുക്ക് എന്താണ് ഇൻക്രീസിങ് ആണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് അതിനൊരു സ്ലോപ്പ് ഉണ്ട്. സോ ഇങ്ങോട്ട് പോകുന്നതോറും അത് ഇൻക്രീസിങ് ആയിട്ട് വരികയാണ്, അതിന്റെ സ്ലോപ്പ് കൂടിക്കൂടി വരുവാണ്. ഇത് എന്തുകൊണ്ട് 0 ഇൻഫിനിറ്റി വന്നു നമുക്ക് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ ഓരോന്നിൻ്റെ ഒരു ആക്സസ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ 2x 0 ആയിരിക്കും, 2y 0 ആയിരിക്കും. സോ നമ്മൾ dy by dx എടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് മനസ്സിലാവും ഒരെണ്ണം 0 ആയിട്ട് കിട്ടും. മുകളിൽ 0 വരുന്ന ന്യൂമറേറ്റർ 0 ആവുന്ന കേസസിൽ 0 കിട്ടും. ഡിനോമിനേറ്റർ 0 ആകുമ്പോഴേക്കും നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമ്മൾ അതിന് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് എടുക്കുന്നു. അപ്പം നമുക്ക് അറിയാവുന്നതാണ്. ഇനി തിരിച്ച് ഇൻഫിനിറ്റിയിൽ നിന്ന് 0യിലേക്ക് വരുമ്പോൾ അതെന്താണ്? ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫംഗ്ഷന്റെ സ്ലോപ്പ്, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് <0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഒരു ഫംഗ്ഷന്റെ സ്ലോപ്പ് <0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്, കുറയുന്നില്ല കൂടുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഓക്കെ, ആ കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനെ വെച്ചിട്ട് നമുക്കൊരു ഡെഫിനിഷൻ ഫ്രെയിം ചെയ്യാം. If x1 is less than x2, f of x1 greater than or equal to f of x2. ഓക്കെ, അത് ഇൻക്രീസിങ് ആവുന്ന കേസസിലാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുവാണ്. അപ്പോൾ അതിൻ്റെ x1 ഇതാണ്, x2 ഇതാണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂസ് എഴുതാം. അപ്പോൾ ഇത് എഫ് ഓഫ് x1, ഇതെന്താണ്? എഫ് ഓഫ് x2. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സെയിം കേസ് തന്നെയാണ് ഇൻക്രീസിങ് ആൻഡ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് വരുന്നത്. എഫ് ഓഫ് x1നെക്കാട്ട് എഫ് ഓഫ് x2 കൂടുതലാവുന്ന കേസസ് ആണ് അത്. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ, ഓക്കെ, അത് ഇൻക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഒരു റൂൾ അനുസരിച്ചല്ല അത് പോകുന്നത്. ഓക്കെ, ഇപ്പം ഇത് x1, ഇത് x2, ഇത് x3, ഇത് എഫ് ഓഫ് x1, ഇത് എഫ് ഓഫ് x2, ഇത് എഫ് ഓഫ് x3. അപ്പം അങ്ങനത്തെ കേസസ് വരുവാണെങ്കിൽ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം സെയിം ആണ്, പക്ഷെ എഫ് ഓഫ് x3 അതിനേക്കാളും ഗ്രേറ്ററും ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണെന്ന് പറയാൻ. ഇതെന്താണ്? സ്ട്രിക്ട്ലി അത് ഇൻക്രീസിങ് ആണെന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിനെ ബേസ് ചെയ്ത് പറയാവുന്ന ഒരു ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഗ്രാഫുകൾ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. നമുക്ക് അങ്ങനെ സ്ട്രിക്ട്ലി കൂടിക്കൊണ്ടിരിക്കുമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കൂടുവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്നാണ് സ്ഥിരമായിട്ടൊരു ക്രമത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇങ്ങനത്തെ ഗ്രാഫ്
അതേതാണ്? ഡിക്രീസിങ് ഫംഗ്ഷനാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്, ഒരു ക്രമമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഇങ്ങനത്തെ ഫംഗ്ഷൻസ് നെയ്തർ ഡിക്രീസിങ്, സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഒക്കെ നെയ്തർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആണ്. കൂടുന്നുമില്ല കുറയുന്നുമില്ല, മീൻസ് കൂടുന്നുണ്ട് അതേ അളവിൽ തന്നെ അത് കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതലാണെന്നോ കുറയുകയാണെന്നോ പറയാൻ പറ്റില്ല. ഒരു പോയിന്റ് എടുക്കുമ്പോൾ മാത്രം അത് കൂടുതലാണ് കുറവാണെന്ന് നമുക്ക് നോക്കി പറയാം. അല്ലാതെ ജനറലി നമ്മൾ ആ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കൂടുന്നുണ്ട് അതേ അളവിൽ കുറയും കൂടെ ചെയ്യുന്നത് കൊണ്ട് കൂടുതലോ കുറവോ ഇല്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഇങ്ങനത്തെയാണ് 5 തരത്തിൽപ്പെട്ട നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അത് നമുക്കൊരു ചോദ്യം നോക്കാം. 7x - 3 എന്താണ്? ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞേക്കുന്നത് എന്താണ്? ഫംഗ്ഷന്റെ സ്ലോപ്പ് എടുക്കുക. ചരിവ് 0 കൂടുതലാണെങ്കിൽ ഇൻക്രീസിങ് ആണ്, ചരിവ് 0 കുറവാണെങ്കിൽ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എടുത്താലോ f' കണ്ടാൽ എനിക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു തിയറമാണ്. എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓപ്പൺ ഇന്റർവെൽ എ ബി. ഓക്കെ, കണ്ടിന്യൂസ് അറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ അറ്റ് ഓപ്പൺ ഇന്റർവെൽ എ ബി ആണെങ്കിൽ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഇഫ് f' ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി. ഓക്കെ, തിരിച്ച് എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഇഫ് f' less than 0 for all x belonging to closed interval AB. F is a constant function. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. F is a constant function in closed interval AB if f' is equal to 0 for all x belonging to open interval AB. ഓക്കെ, ഒരു ഫംഗ്ഷൻ എടുക്കുക, ഇത്രയും ചിന്തിച്ചാൽ മതി. ഇങ്ങനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കടന്നു പോകണമെന്നില്ല. ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഡെഫിനിഷൻസ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ബേസിക്കലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ട ധാരണ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എടുക്കുക, അതിന്റെ സ്ലോപ്പ് ചരിവ് കാണുന്നത് ഡിഫറൻഷിയേഷൻ ചെയ്യുക, അപ്പോൾ അതിന്റെ ചരിവ് കിട്ടും. ആ സ്ലോപ്പ് 0 വലുതാണെങ്കിൽ അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, 0 ചെറുതാണെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്, 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഈ ഒരു ധാരണ മാത്രം മതി നമുക്ക് ഈ ഭാഗത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് ഇങ്ങനെ ക്ലോസ്ഡ് ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ എന്നൊക്കെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. സംഭവം ജസ്റ്റ് സ്ലോപ്പ് കാണുക. ഒരു ഫംഗ്ഷൻ തരുമ്പോൾ അപ്പം തന്നെ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ ഈക്വൽ ടു 0 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. അത് വെച്ച് പറയാൻ പറ്റുമോ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ കോൺസ്റ്റന്റ് ആണോ എന്ന്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആകുമ്പോഴേക്കും ജസ്റ്റ് ഇത് ഉണ്ടാവുള്ളൂ. ഇൻക്രീസിങ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം കൂടെ ചെയ്യാം, എന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യിക്കാം. ബാക്കി പാർട്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ x³ - 3x² + 4x where x belongs to R എന്നുള്ള ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? f' കാണുക. സോ നമുക്ക് കിട്ടുന്നു 3x² - 3, 2 താഴോട്ട് വരുമ്പോൾ 6 ആവും. സോ 6x + 4 അതാണ് എന്ത്? f'. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷോർട്ടാക്കി എഴുതാം. 3x² - 6x + 3 + 1 എന്ന് എഴുതാം. 4ന് 3 + 1 എന്ന് എഴുതി. ഓക്കെ, ഇപ്പൊ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടൊരു 3 ഉണ്ടല്ലോ. സോ ഞാൻ 3-നകത്തേക്ക് എടുത്തു. സോ 3 × x² - 2x + 1 + 1 എന്ന് എഴുതി. ഓക്കെ, ഇനി 3 × ഇതെന്ന് പറയുന്നത് x - 1² എക്സ്പാൻഷൻ ആണല്ലോ. സോ 3 × x - 1² + 1 എന്നെഴുതി. ഓക്കെ, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്താൽ തന്നെ മനസ്സിലാവും +1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ലക്ഷണമാണ്. അത് പോസിറ്റീവാണ് കൂടുക എന്നുള്ളത്. ഇനി ഈ പോർഷനും കൂടെ കൂടുവാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. ഇപ്പോൾ ഏതൊരു നമ്പറും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് കിട്ടത്തില്ല. ഓക്കെ, ഏതൊരു നമ്പറും നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ എപ്പോഴും അത് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. ഈവൻ പോസിറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്താലും നെഗറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്താലും നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. സോ ഈ പാർട്ട് എന്താണ്?
പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സീറോയോ നെഗറ്റീവോ എന്ത് വന്നാലും ഇവിടെ അത് പോസിറ്റീവ് ആയിരിക്കും വന്നത്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് അത് കൂടുന്നു, ഒന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെ ചെയ്താലും ഈ ഫംഗ്ഷൻ കൂടുന്നത് മാത്രമേ ഉള്ളൂ, അതിനെ കുറയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്തു അല്ലെ ഡിഫറൻഷിയേഷൻ ചെയ്ത് സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോഴേക്ക് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ദിസ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഓക്കെ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. കാര്യം ഇൻക്രീസിങ് ആവുമ്പോഴേക്കും ഇങ്ങനെ വരും. ഓക്കെ, ജസ്റ്റ് ഈക്വൽ ടു എന്നുകൂടെ വരും. കുഴപ്പമില്ല, ഏതാണ്ട് രണ്ടും സെയിം ഒരളവിൽ തന്നെയാണ് പറയുന്നത്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്ക് ബേസിക്കലി അത് കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യാൻ മതി. ഇൻക്രീസിങ് ആണെങ്കിൽ ജസ്റ്റ് ഒരു അടിയിലൊരു വര വരയ്ക്കുക, ഈക്വൽ ടു എന്ന് കാണിക്കാൻ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ സാധാ പോലെ വരയ്ക്കുന്നതായിരിക്കും. ചോദ്യങ്ങൾ തരുന്നൊക്കെ മിക്കവാറും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ സാധാരണ വരും, സ്ട്രിക്ട്ലി സാധാരണ SS അങ്ങനെയല്ലൊക്കെ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ സാധാരണ ചിഹ്നം മതി. ഇൻക്രീസിങ് ആണെങ്കിൽ അടിയിൽ എന്തെങ്കിലും കൂടെ വേണം. ഓക്കെ, അതായത് ആ ഒരു ഈക്വൽ ടു എന്നുള്ള സാധനം വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ദി ഫംഗ്ഷൻ x³ -3x² + 4x എന്താണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് റിയൽ നമ്പേഴ്സിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ, ഇതിപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഇന്റർവെല്ല് തരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തരും. എന്നിട്ട് ഇത് ഏതൊക്കെ ഇന്റർവെല്ലിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഏതൊക്കെ ഇന്റർവെല്ലാണ് ഡിക്രീസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഫംഗ്ഷൻസിൽ എന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ ഒന്നെങ്കിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ്. അടുത്ത സെറ്റിൽ പറയുന്നത് ഒരു ഇന്റർവെല്ല് തരും, അതിലെവിടൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എവിടൊക്കെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഫംഗ്ഷൻ തരും, അത് എവിടൊക്കെയാണ് ഇൻക്രീസിങ് എവിടൊക്കെയാണ് ഡിക്രീസിങ് എന്നുള്ള ഇന്റർവെല്ല് നമ്മൾ കണ്ടുപിടിക്കണം. അതൊരു ടൈപ്പ്. അല്ലെങ്കിൽ ഇന്റർവെല്ല് തരും, എവിടൊക്കെയാണ് ഇൻക്രീസിങ് എവിടൊക്കെയാണ് ഡിക്രീസിങ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ടൈപ്പിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കൊരു ഇന്റർവെല്ല് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ട് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്ത പാർട്ട് വീഡിയോയിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.